ഹലോ ഗായ്സ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒത്തിരി നാൾക്ക് ശേഷമാണല്ലേ ഒരു വ്ളോഗായിട്ട് വരുന്നത്. ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ് ഇന്ന്. എന്തെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ തിരുവാതിര കളിയുടെ അരങ്ങേറ്റമാണ് കേട്ടോ. കരിക്കകം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അരങ്ങേറ്റം. അങ്ങനെ രാവിലെ തന്നെ ശ്രീശൈലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ മക്കളുമാരിങ്ങനെ ഡാൻസിനൊക്കെ ഒരുങ്ങുമ്പോൾ അമ്മമാരാണല്ലോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുന്നത്. ഇവിടെ തിരിച്ചായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം എൻ്റെ അമ്മ എൻ്റെ മോളായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ ചെന്നപ്പോഴേതാ ഇവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളുടെ വീട്ടിലൊരു ചട്ടമ്പി കിട്ടുന്നതാണ് കേട്ടോ. ഞാൻ ഇവനോട് കുറച്ച് കളിപ്പിച്ചതിന് ശേഷം നേരെ എൻ്റെ അമ്മയ്ക്ക് മെഹന്തി ഇടാൻ പോയ കേട്ടോ. ഞാനിങ്ങനെ അമ്മയടുത്ത് മെഹന്തി വാങ്ങിച്ച് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ രീതിയിലൊരു ചെറുതായിട്ടൊരു മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുറച്ച് നെയിൽ പോളിഷൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്കായിരുന്നു അമ്മ ഒരുക്കാം. അമ്മ ഒരുങ്ങി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ ഒരു 2 മണിയായപ്പോൾ ഡാൻസ് ക്ലാസ്സിലോട്ട് പോയ കേട്ടോ. കുറച്ച് തുളസിയിൽ അവർക്ക് വേണമായിരുന്നു. അപ്പോൾ അതും കൊണ്ട് നമ്മൾ നേരെ അമ്മയുടെ ഡാൻസ് ക്ലാസ്സിലോട്ട് പോവുകയാണ്. പിന്നെ അവിടെ ചെന്നതിന് ശേഷം പിന്നെ അവരുടെ കോസ്റ്റ്യൂംസൊക്കെ അവരിട്ടു. ഗ്രീൻ ആയിരുന്നു കേട്ടോ അവരുടെ കളർ കോഡ് വന്നിട്ട്. അങ്ങനെ അമ്മ മാലയും കമ്മലൊക്കെ ഇടുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു ഫീലിംഗ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. അവർ ചെന്ന ടൈമിൽ പ്രാക്ടീസൊക്കെ ചെയ്തു. പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് അവർ മേക്കപ്പിലോട്ട് കടന്നത്. കാരണം ഒത്തിരി പേരുണ്ട്. ഇവരുടെ ഒരു സെക്ഷനും ഉണ്ട്, അല്ലാതെ വേറെ ഒരു സെക്ഷൻ ഡാൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മേക്കപ്പ് ഇത് അമ്മയുടെ ഫ്രണ്ടാണ്, ആൻറ്റിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആൻറ്റി ബ്യൂട്ടീഷ്യനാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഒരുക്കിയാലല്ലേ എല്ലാവരും ഒരുക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് പേര് ഇവരുടെ വേറെ സെക്ഷൻ ഗ്രൂപ്പിലെ പിള്ളേർ കുറച്ചൊരു ഒരുങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഈ ആൻറ്റി ആയിരുന്നു ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമ്മയുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ മേക്കപ്പ് തന്നെ ഇടുന്നത്. അത് അമ്മയ്ക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. അമ്മയുടെ ഫസ്റ്റ് ഡാൻസ് ആണല്ലോ. പക്ഷേ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മയുടെ അടുത്ത് എപ്പോഴും ഒന്ന് ലിപ്സ്റ്റിക് ഇടാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമ്മ അങ്ങനെ ലിപ്സ്റ്റിക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടൂല. അപ്പോൾ ഇതിട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും അമ്മ ഇങ്ങനെ ഒരു മേക്കപ്പ് ലുക്കിൽ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായിട്ടുണ്ട്. ലാസ്റ്റ് അമ്മയുടെ കണ്ണാടി അമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം അവരുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ പൂ തലയെ വയ്ക്കുന്നതാണ് കേട്ടോ. മറ്റ് ടീംസുകാർ ഇതാ ബ്ലൂ കളറാണ്, ഇവർ വന്നിട്ട് ഗ്രീൻ കളർ കോസ്റ്റ്യൂംസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരുക്കമെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കരിക്കകം ക്ഷേത്രത്തിലോട്ട് പോയി. ബ്രദർ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയും ചേട്ടനും തക്കിയിട്ടും ചേച്ചിയുടെ അമ്മയും നമ്മളെല്ലാവരും കൂടെ കരിക്കകം ക്ഷേത്രത്തിൽ പോയി. പിന്നെ നമ്മൾ അമ്മയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേട്ടോ. പിന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറി. ആ ടൈമിൽ ദീപാരാധന സമയമായിരുന്നു കേട്ടോ. കുളത്തിൽ ശരിക്കും മീനും ആമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ക്ഷേത്രത്തിൽ കാലൊക്കെ കഴുകിയിട്ട് നേരെ അകത്തോട്ട് കയറി. അതുപോലെ ഇന്നത്തെ ദിവസം ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു കേട്ടോ. അന്നത്തെ കാര്യം എന്താ നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ആദ്യത്തെ അരങ്ങേറ്റം ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം നടന്നു. ഇവരുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് സ്റ്റേജ് അനൗൺസ്മെൻറ്റ് എനിക്കാണ് കിട്ടിയിട്ട്. ഞാൻ ഇന്നൊരു സ്റ്റേജ് അനൗൺസ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. പ്രോഗ്രാമിനൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും അനൗൺസ്മെൻറ്റ് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതും അമ്മയുടെ അരങ്ങേറ്റ ഭാഗമായി ബന്ധപ്പെട്ടൊരു അനൗൺസ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിരുന്നു കേട്ടോ. ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തേതായിരുന്നു കേട്ടോ അമ്മയുടെയൊക്കെ ഗ്രൂപ്പിൻ്റെ ഡാൻസ് വന്നിട്ട്. ഞാൻ ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് കട്ട് ചെയ്താൽ കാണിക്കുന്നത്. കാരണം ഒരുപാട് ലോങ് വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറാവും. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ ഡാൻസിൽ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിലാണ് എനിക്ക് ജോലിയൊക്കെ കിട്ടി. പിന്നെ എനിക്ക് പോയി പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടി. മൺഡേ ടു സാറ്റർഡേ വരെ വർക്കുണ്ട്. ആകപ്പാടെ സൺഡേ മാത്രമാണ് ഓഫ് കിട്ടുന്നത്. അപ്പോൾ ആ ടൈമിൽ എന്നും എനിക്ക് പ്രാക്ടീസിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ 2 ടീമും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോളാണ് ഇവരുടെ ടീച്ചർ വന്നിട്ട്. ആദ്യത്തെ ഗ്രൂപ്പിൽ അവളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇവരെല്ലാവരും ഫോട്ടോസ് കൊടുക്കാൻ കേട്ടോ. ഞാൻ പോകണേ കേട്ടോ. എനിക്ക് പോയിട്ട് അത്യാവശ്യം. ഞാൻ ആ ടൈമിൽ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോയിൽ വോയിസ് ഉണ്ടായിരുന്നു, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കാരണം ക്ലിയർ ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഡാൻസ് എല്ലാം കഴിഞ്ഞ് കുറച്ചേരം ഇരുന്നിട്ട് ഞാൻ നേരത്തെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ അരങ്ങേറ്റം നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ എപ്പോഴും പറയാൻ പോലെ നമ്മൾ ഈ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇവരുടെ ഡാൻസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.